എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് സനൂപ് ദാവ. ഞാനൊരു മുസ്ലിമല്ല, ഞാനൊരു മുസ്ലിം ലീഗുകാരനല്ല. പക്ഷെ അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ലോകത്തെവിടെയെങ്കിലും ഒരു മുസ്ലിമിനെ അകാരണമായിട്ട് കുറ്റപ്പെടുത്തുകയും ഒരു മുസ്ലിമിനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്ത് ചില ശക്തികളൊക്കെ ശ്രമിക്കുമ്പോൾ അത് കണ്ണും കെട്ടിയിട്ട് അത് കൈയും കെട്ടി നോക്കിയിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാനൊരു മനുഷ്യനാണ്. ഇന്ന് നമ്മൾ കേട്ട ഒരു വളരെ അശ്ലീലമായിട്ടുള്ള ഒരു വർത്തമാനത്തിലേക്കാണ് കേട്ടുകൊള്ളുക. വളരെ വിചിത്രമായിട്ട് തോന്നിയ ഒരു കാര്യം, സാധാരണ എല്ലാ സർക്കാരിലും ആഭ്യന്തരമന്ത്രിക്കാണ് രണ്ടാം സ്ഥാനം മന്ത്രിസഭയിൽ. ഇവിടെ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിലെ രണ്ടാമൻ. എന്റെ സുഹൃത്തുക്കളെ, കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ആ ഒരു നേതാവിനെതിരെ മുസ്ലിം ലീഗുകാരനായ എന്നുള്ള സംഗതി നിങ്ങൾ മാറ്റിക്കളയണം. അയാൾക്കെതിരെ ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് അയാൾ മുസ്ലിം ലീഗുകാരനായതുകൊണ്ടല്ല, അയാൾ ഒരു മുസ്ലിം ആയതുകൊണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമ്മുടെ ഇലക്ഷൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ മുസ്ലിം ലീഗുകാരനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള ആക്രമണം BJPയുടെ കയ്യിൽ നിന്നുണ്ടാവുന്നുണ്ട്. അതിപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് വിജയിച്ച് മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞ് ആദ്യത്തെ നിയമസഭ കൂടലടക്കം കഴിഞ്ഞതിന് ശേഷം നോക്കൂ, ഈ ജയിച്ചു കഴിഞ്ഞ മുരളീധരൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി നിരന്തരമായിട്ട് അവരെ ആക്രമിക്കുകയാണ്. ഇവർ മാത്രമല്ല, പ്രധാനമായിട്ട് മുരളീധരനുണ്ട്, പിന്നെ കെ സുരേന്ദ്രനുണ്ട്, പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയ വിഷമെന്നൊക്കെ പറയുന്ന KP ശശികല എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടിയുണ്ട്. ഈ മൂന്ന് പേരും നിരന്തരം ആ ഒരു മനുഷ്യനെ ആക്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് UDFന്റെ ഒരു ഘടകകക്ഷിയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. UDFിലെ ഏറ്റവും ബഹുമാന്യമായിട്ട് ഒരുപക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് പോലും വളരെയധികം സ്വാധീനമുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് തീർച്ചയായിട്ടും എത്താൻ കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. വ്യവസായവും മറ്റൊക്കെ ഇദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ഏറ്റെടുത്തപ്പോഴൊക്കെ ഏറ്റവും ഗംഭീരമായിട്ടൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അഴിമതിയുടെയും മറ്റൊക്കെ ചില നൂലാമാലകളൊക്കെ ഇടയ്ക്കൊക്കെ പൊന്തി വന്നിട്ടുണ്ട് എങ്കിലും കേരള ജനതയെ അക്ഷീണമായിട്ട് ബാധിക്കുന്ന രീതിയിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തൊക്കെയായാലും എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമെന്ന് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിലുള്ള മറ്റുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട VD സതീശൻ, മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റു കോൺഗ്രസ് നേതാക്കൾ തൻ്റെ ഈ ഗവൺമെന്റിലെ ഒരു മന്ത്രിക്കെതിരെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആക്രമണങ്ങൾ ഇവർ അഴിച്ചുവിടുമ്പോൾ ഇവർ നിശബ്ദമായി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് എൻ്റെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾ നിശബ്ദരാകുന്നു? ഇങ്ങനെ നിശബ്ദത ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ എന്താണോ ഈ മുരളീധരൻ അടക്കമുള്ള, ശശികല അടക്കമുള്ള, K സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് അത് ശരിയാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ നിശബ്ദത പണ്ട് കാലത്ത് വിവാഹത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടികൾ നിശബ്ദതയായിരുന്നു യെസ് എന്നുള്ള ഉത്തരമായിട്ട് കണക്കാക്കിയിരുന്നത്. അതേപോലെ നിങ്ങളുടെ നിശബ്ദത യെസ് എന്നുള്ളൊരു ഉത്തരമായിട്ടാണോ ജനങ്ങൾ കണക്കിലാക്കേണ്ടത്, ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? എന്തായാലും ഇത് കേൾക്കുക തന്നെ വേണം. ഭരണത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടിയേക്കാൾ മുൻപേ നിയമസഭയിലും മന്ത്രിസഭയിലും അംഗമായിട്ടുള്ള ഒരാളാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങനെയുള്ള ഒരാളെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയത് നൽകുന്ന സന്ദേശം അത് വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. BJPക്കാർ ജയിച്ചു വന്നതിന് ശേഷം എപ്പോഴെങ്കിലും ഇവർ ജയിച്ചു വന്ന ആ ഒരു സ്ഥലത്തെ അവര് പ്രതിദാനം ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്, അവിടുത്തെ ജനങ്ങൾക്ക് എന്തൊക്കെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് വേണ്ടത് എന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇവരാരെങ്കിലും സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നെ വിട്ടേക്കൂ. എൻ്റെ ചെവി ഒരു ഇടതുപക്ഷക്കാരൻ്റെ ചെവി ആയതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ല എന്ന് തന്നെ വിചാരിച്ചോളൂ. ഞാൻ അത് കേട്ടില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, എന്നെ കാണുന്ന എനിക്ക് ഏകദേശം 60K എങ്ങാണ്ടൊക്കെയാണ് ഒരു സബ് ഉള്ളത്. ആ 60K ആൾക്കാർ മുഴുവൻ കാണുന്നില്ല. ചിലപ്പോൾ ഒരു 40,000 പേരെങ്കിലും ചിലപ്പോൾ എൻ്റെ വീഡിയോ ആളുകളൊക്കെ കാണാറുണ്ട്. അത്രേ കാണാറുള്ളൂ. അത്രയെങ്കിലും അല്ലെങ്കിൽ 1000 പേരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ 1000 പേരും എൻ്റെ അതേ ഒരു രാഷ്ട്രീയമോ എൻ്റെ അതേ ഒരു രാഷ്ട്രീയ ചിന്തയും തുടരുന്ന ആൾക്കാരൊന്നുമല്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നോ ഇവർ ജനോപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും വർത്തമാനം പറയുന്നത്? എന്തൊക്കെ ചെയ്യാനുണ്ട്? ആദ്യമായി ജയിച്ച് നിയമസഭയിലേക്ക് എത്തുകയാണ്.
തൻ്റെ നിയോജക മണ്ഡലത്തിൽ ആളുകൾക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവണം, എൻ്റെ ജനതയ്ക്ക് ഇന്നതൊക്കെ വേണമെങ്കിൽ ഈ ഒരു സന്ദർഭത്തെ ഒരു അസുലഭ നിമിഷമായിട്ട് അവർ തന്നെ ഭാഷ വെച്ച് പറയുകയാണെങ്കിൽ സുവർണാവസരമായിട്ട് എടുത്തുകൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ട് പ്രവർത്തിക്കുകയും അടുത്ത തവണ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ ഒരു മടിയും കൂടാതെ BJPക്ക് വോട്ട് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് പകരമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദു മുസ്ലിം, മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ, ഇവർ തമ്മിലുള്ള പോളറൈസേഷനുള്ള ശ്രമങ്ങളാണ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ മുസ്ലിം ലീഗിന്റെ സമുന്നതനായിട്ടുള്ള നേതാവ്, ഞാൻ ഇപ്പോഴേ പറയുന്നത് ഞാൻ മുസ്ലിം ലീഗുകാരനല്ല, പക്ഷെ ഇത് പറഞ്ഞു വെക്കുക അല്ലെങ്കിൽ ആസ് എ യൂട്യൂബർ ഞാൻ ചെയ്യുന്ന മഹാ അപരാധമാണെന്നുള്ളതുകൊണ്ടാണ്. കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിം ആയതുകൊണ്ട് ആ പേരാണ് നിങ്ങളെ പ്രശ്നം. ആ പേര് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പേരിടാ, ഹിന്ദു പേരുകൾ എന്തെങ്കിലുമൊക്കെ ഇടാം. ഇനി ശരി, ആ ഒരു പേരുകാരനായിട്ടുള്ള മനുഷ്യൻ രണ്ടാം സ്ഥാനത്ത്, അതായത് നമ്മുടെ VD സതീശൻ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി അത് ഇവർക്ക് ഭയങ്കര പൊള്ളലുണ്ടാക്കുന്നു. ഞാനൊക്കെ ആഗ്രഹിച്ചത് അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് ഇരിക്കണമെന്നാണ്. എന്താ പ്രശ്നം? ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അവർ ഭരിക്കട്ടെന്നേ, നമുക്ക് നോക്കി നോക്കാം എന്താ സംഭവിക്കുകയെന്ന്. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് എപ്പോഴാണ് മുഗൾ സാമ്രാജ്യത്തിന്റെ ആളുകൾ, അതായത് മുഗൾ രാജാക്കന്മാരെ ഭരിച്ചിരുന്നത്, അപ്പോൾ നമ്മുടെ മഹത്തായ ഇന്ത്യ അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തെ ഇന്ത്യ അറിയപ്പെട്ടിരുന്നത് സുവർണ കാലഘട്ടം എന്നാണ്. ഏറ്റവും ഗംഭീരമായി ഭരണം നടന്നിരുന്ന കാലഘട്ടം. അങ്ങനെയാണ് നമുക്ക് അവരറിയുക. ആ ഒരു തലമുറയുടെ ബാക്കിയാണ് ഈ ഒരു വിഭാഗം, അല്ലെങ്കിൽ ഈ ഒരു ചെങ്ങാതി എന്ന് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കുന്നു. മുസ്ലിം ആണല്ലോ അല്ലെ, മാപ്പിളയാണല്ലോ, അതിൻ്റെ ഒരു ബാക്കിയാണ്. അപ്പോൾ അവരൊന്ന് ഭരിക്കട്ടെന്നേ, എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം എന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല ഈ അടുത്ത കാലത്തൊന്നും. എന്തായാലും ഈ മുരളീധരൻ മാത്രമല്ല ഈ ഒരു ഇദ്ദേഹത്തിനെതിരെ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വേറെയും ആളുകൾ ഇത് നിരന്തരം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ VD സതീശൻ, ബഹുമാനപ്പെട്ട VD സതീശൻ അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് നാവടക്കി കുത്തിരിക്കുന്നു? ഇതിനെതിരെ പ്രതികരിക്കണ്ടേ? ഇവരല്ലേ സംരക്ഷിക്കേണ്ടത്? കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗുകാരെ, ഘടകകക്ഷികളെ സംരക്ഷിക്കേണ്ട ചുമതല UDFനില്ലേ? ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. എന്തായാലും ഇനി സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക്. നേരത്തെ മുതലേ നമ്മൾ പറഞ്ഞു കേട്ടത് UDF അധികാരത്തിൽ വന്നാൽ നിയന്ത്രണം മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ ആയിരിക്കും. ഇത് വലിയ ചർച്ചയായതാണ് കേരളത്തിൽ. തുടക്കത്തിലെ കാണുന്നതും അത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷം ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും, അങ്ങനെയാണ് ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത്. നമ്മളെല്ലാവരും കേട്ടതാണ്. ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം. അത് മുസ്ലിം ലീഗിന്റെ നേതാവ് എന്ന് മാത്രമല്ല, ഇനി ഒരു പക്ഷേ ഒരു 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും LDF വരികയാണെങ്കിൽ LDF എന്താ പറയുക? കഴിഞ്ഞ 5 വർഷം ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് പറയുക. അതല്ലാതെ ഏത് ഭാഷയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്? അവരിതല്ലാതെ പിന്നെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ഇനി എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ മുണ്ടെടുക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നതുകൂടി ഈ ആളുകളിൽ നിന്നുള്ള ഒരു ഉത്തരവ് കിട്ടിയിട്ട് വേണോ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ? കേരളം അങ്ങനത്തെ ഒരു നാടല്ല എന്ന് തെളിയിക്കേണ്ടത് ഈ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് തലപ്പത്ത് നിൽക്കുന്ന ബഹുമാനപ്പെട്ട VD സതീശൻ അടക്കമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ കേരളത്തിന് യോജിച്ചതല്ല, ഇത്തരത്തില് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് പറയേണ്ടത് അവരാണ്. പക്ഷേ അവരാണെങ്കിൽ നിശബ്ദമായിരിക്കുന്നു. ഞാൻ കേട്ടിട്ടില്ല എവിടെയും. എന്തായാലും ഇവര് മാത്രമല്ല കേട്ടോ, ഇനി ഒരാൾ കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അവര് വളരെ പച്ചയ്ക്ക് പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ ഭരിക്കാനേ പാടില്ല, മന്ത്രിസഭയിലേക്ക് എത്താനേ പാടില്ല, മുഖ്യമന്ത്രി ആവാനേ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? മുസ്ലിം ആയതുകൊണ്ട് മാത്രം. അതാണ് എനിക്ക് പിടിക്കാത്തത്. നോക്കൂ, എന്താ ഇന്ത്യനല്ലേ, കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല, കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് KP ശശികല അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇത് ഇങ്ങനെ ഒരു സ്ത്രീ വളരെ പച്ചക്കിരുന്നിട്ട് വർഗീയത പറഞ്ഞിട്ടും അതിനെതിരെ പ്രതികരിക്കാതെ ഇപ്പോഴും നിൽക്കുന്ന UDFലെ മന്ത്രിമാരോടും UDFലെ അംഗങ്ങളോടും ആളുകളോടും എനിക്ക് തോന്നിപ്പോകുന്നത് എന്ത് എന്ന് ഇപ്പോൾ ഇവിടെ പറയാനൊന്നും സാധിക്കില്ല. എന്തായാലും
ഇത് വളരെ അപകടകരമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അപകടത്തെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു മുള വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ UDF നിന്ന് തന്നെയാണ് പ്രതികരണം ഉണ്ടാവേണ്ടത്. ഒരുപക്ഷെ ഇതിനെതിരെ പ്രതികരണം ഒരുപക്ഷെ നാളെ മുതൽ ഉണ്ടാവുക മിക്കവാറും LDF നിന്നായിരിക്കും. ഇവിടുത്തെ LDF ഇതിനെ പ്രതിരോധിക്കും, നിരന്തരം പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം വർഗീയതയെ തൂത്തെറിയാൻ വേണ്ടി അവർ അവസാന തുള്ളി ഇറ്റ് വീഴുന്നവരെ അവർ ഒരുപക്ഷെ പരിശ്രമിച്ചെന്ന് വരും. പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് പാളയത്തിൽ നിന്ന് ഇങ്ങനെ പലതും ഉണ്ടാവുമ്പോൾ പാളയത്തിൻ്റെ രക്ഷാധികാരികളിൽ നിന്ന് അല്ലെങ്കിൽ പാളയത്തിലെ മറ്റാളുകളിൽ നിന്ന് നിശബ്ദത മാത്രം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കാണുന്നു എന്നുള്ളതാണ്. നാളെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ. ബബായ്. ഇങ്ങനെ ഇത്തരം വിഷയങ്ങളാണ് എൻ്റെ പലപ്പോഴും യൂട്യൂബിൽ എനിക്ക് വരുന്നത്. ഇത് താല്പര്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, താല്പര്യമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. താല്പര്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ നിങ്ങളതൊന്ന് ഫോളോ ചെയ്യണം, ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ആ ഒരു തൂങ്ങിക്കെടുക്കുന്ന മണിയൊക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസൊക്കെ നിരന്തരം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ഞാൻ നിർത്തട്ടെ. അടുത്ത ദിവസം കാണാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.